സാറ് പലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് പോയിട്ട് അവസാനം ഇസ്രായേലിന് വേണ്ടി സംസാരിച്ചതായിരുന്നു ആ വാദം. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ കാലത്തും നിലനിൽപ്പ് യാത്ര അടക്കമായിരുന്നു. പക്ഷേ ഇപ്പം മാറി എന്നുള്ള രീതിയിലാണ് തീരെ. നിങ്ങൾക്കറിയാമല്ലോ, 15 വർഷക്കാലമായിട്ട് ജനങ്ങൾക്ക് എൻ്റെ നിലപാട് എല്ലാ വിഷയത്തിലും അറിയാം. ഞാൻ സർക്കാർ മന്ത്രിയായിട്ടും ഞാൻ സാധാരണ പ്രതിപക്ഷ MP ആയിട്ടും ഞാൻ എടുത്ത നിലപാടുകളൊക്കെ മാധ്യമത്തിലുണ്ട്, യൂട്യൂബിലുണ്ട്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചതുമല്ല യൂട്യൂബിൽ കാണാം. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്ന ആളല്ല. ഒരു വർഗത്തിന് വേണ്ടി വർഗീയത ബാധിക്കാനോ അല്ലെങ്കിൽ വർഗീയ പ്രീണനം ചെയ്യാനും കൂടിയല്ല ഞാൻ ആരെയും ഇങ്ങനെ കാണുന്ന കാര്യങ്ങളല്ല. എനിക്കൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. വേറെ ആരും എന്ത് പറഞ്ഞാലും ഒരിക്കലും മറക്കരുത്, ഈ തെരഞ്ഞെടുപ്പ് ഭാരതത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ആരാണ് ഈ രാജ്യത്തെ ഭരിക്കാൻ പോകുന്നത്, ഏത് നിലപാടോടും ഏത് വിശ്വാസത്തോടും ഭരിക്കാൻ പോകുന്നത്, എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയമാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ നമ്മുടെ രാജ്യത്തിൽ ഒരു മതം, ഒരു നേതാവ്, ഒരു ജാതി, ഒരു ഭാഷ, അങ്ങനെ ഒരു ഭരണമാണോ വേണ്ടത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവസാനത്തിൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ 20 സീറ്റ് ആഗ്രഹിക്കുന്നത് ഡൽഹി പോയിട്ട് BJP സർക്കാരിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ആ നിലപാടിന് ഒരു മാറ്റവും ആർക്കും ഉണ്ടാവില്ല. നമ്മൾ ഈ കാര്യത്തിൽ മറ്റേ രീതിയിൻ്റെ വർഗീയ സംസാരം ആവശ്യമില്ല എന്നാണ് ഞാൻ നിങ്ങളോട് നേരിട്ട് പറയുന്നത്. എൻ്റെ നിലപാടിനെക്കുറിച്ച് ആൾക്കാർക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ മിണ്ടാണ്ട് യൂട്യൂബിൽ കയറി എൻ്റെ പ്രഭാഷണം കേട്ടാൽ മതി. അത്രയേ ഉള്ളൂ. നമസ്കാരം. അല്ല, ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ എൻ്റെ അഭിപ്രായമാണ് നമുക്ക് കുറച്ച് കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ ആവശ്യമുണ്ടെന്ന്. പാർട്ടി നേതൃത്വം പറയുന്നതിലും അർത്ഥമുണ്ട്. കാരണം ഈ തവണ നമുക്ക് സിറ്റിംഗ് MP ഭൂരിപക്ഷത്തിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നൊരു ആവശ്യം വന്നപ്പോൾ അത് ദുർഭാഗ്യത്തോടെ എല്ലാവരും പുരുഷന്മാരായി പോയി. അതായിരുന്നു പ്രശ്നം. അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ മഹിളാ സ്ഥാനാർത്ഥികൾ നമ്മൾക്ക് ആവശ്യമുണ്ട്. ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്, രാജ്യസഭയിൽ നമുക്ക് 1 സീറ്റ് ഉണ്ടായപ്പോൾ അതൊരു മഹിളയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറക്കരുത്, പാർട്ടി മഹിളയുടെ റോളിനെ നല്ലോണം അംഗീകരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഈ തവണ ഈ ലിസ്റ്റിൽ വരാത്തത് അത് നമ്മൾക്ക് സങ്കടം പറയാം. പക്ഷേ ഈ കാര്യത്തിൽ എന്തായാലും നമുക്ക് ഇലക്ഷൻ ജയിക്കണം. വരാൻ പോകുന്നതിൽ എല്ലാവരും മനസ്സിലുള്ളൊരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു നിയമസഭയിൽ നമ്മൾ കുറച്ചും കൂടി മഹിളാ സ്ഥാനാർത്ഥികളെ കാണേണ്ടി വരും. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്, സമൂഹത്തിൻ്റെ ആവശ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മാത്രം നടന്നില്ല എന്നേ.